എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകപ്രശസ്തനായ ബിസിനസ്സുകാരൻ ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ ഒരു 6 പ്രൊഡക്ടിവിറ്റി സീക്രട്സിനെ പറ്റിയാണ്. നമുക്കറിയാം, ടെസ്ലയുടെ CEO ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് വെഞ്ചേഴ്സിനെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക്. അപ്പോൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നൊരു കാര്യം, ഇതുപോലുള്ള ലോകപ്രശസ്തരായ വ്യക്തികൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഇത് മറ്റ് സാധാരണ സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആളുകൾക്കും അവരുടെ ഒരു ഹാബിറ്റാക്കി മാറ്റാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിച്ച ഒരു 6 കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഒരു ചർച്ചയിൽ പ്രതിപാദിക്കുകയുണ്ടായി. ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ കാര്യം ലിമിറ്റ് ലാർജ് മീറ്റിങ്സ് എന്നുള്ളതാണ്. മീറ്റിങ്ങുകൾ ആവശ്യമാണ് നമ്മുടെ ബിസിനസ്സിനെ പറ്റി പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും ബിസിനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ മീറ്റിങ്ങുകൾ വളരെ ആവശ്യമാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് ദൈർഘ്യമുള്ള മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാറില്ല. അത് ടൈം വേസ്റ്റേഴ്സാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ബിഗ് മീറ്റിങ്സ് ആർ ടൈം വേസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ചുരുങ്ങിയ രൂപത്തിൽ ചെറിയ മീറ്റിങ്ങുകളാക്കി, പരമാവധി എത്ര വലിയ മീറ്റിങ്ങുകളാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ തന്നെ 1 അവറിനകത്തുള്ള മീറ്റിങ്ങുകളാക്കി മാറ്റി അത് ഏറ്റവും ചെറുതും ഏറ്റവും ഫോക്കസ്ഡുമായിട്ടുള്ള മീറ്റിങ്ങുകളാക്കി മാറ്റി അതിൽ മാത്രം പങ്കെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ശീലിക്കുന്ന കാര്യം. അപ്പോൾ ആദ്യത്തേത് ലിമിറ്റ് ലാർജ് മീറ്റിങ്സ് എന്നുള്ളതാണ്. 2, ഡിച്ച് ഫ്രീക്വൻറ്റ് മീറ്റിങ്സ്. ഇടയ്ക്കിടെ മീറ്റിങ്ങുകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മീറ്റിങ്ങിൻ്റെ ദൈർഘ്യം കുറയ്ക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടെ മീറ്റിംഗ് കൂടാനിരുന്നാൽ അതും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ പല മീറ്റിങ്ങുകളും പലപ്പോഴും അൺനെസസറി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡീപ്പ് വർക്ക് അഥവാ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്ന സിസ്റ്റമാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. 3-ാമത്തെ കാര്യം, ലീവ് ഇഫ് യു ആർ നോട്ട് കോൺട്രിബ്യൂട്ടിങ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ, ഒരു ചർച്ചയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുത്, മറ്റുള്ളവരുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആ മീറ്റിങ്ങിൽ നമ്മുടെ ആവശ്യകത ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നും പുറത്ത് വരിക, അതിലിരിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യാറുള്ള കാര്യം. 4-ാമത്തെ കാര്യം, ഫോർഗെറ്റ് ദ ചെയിൻ ഓഫ് കമാൻഡ്. നമ്മളിപ്പോൾ ഈ ഓർഗനൈസേഷനിലൊക്കെ സ്ട്രക്ചർ ഉണ്ടാക്കി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും അങ്ങനെയുള്ള ഹൈറാർക്കിയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ചിലപ്പോൾ ചില കാര്യങ്ങൾ നടത്താൻ പ്രാപ്തരായ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം പിന്നെ മിഡിൽമെന്നായിട്ട് നിൽക്കുന്നവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ആ ഡിസിഷൻ മേക്കിംഗ് ഡിലേഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ്റെ സിസ്റ്റവും പ്രോട്ടോക്കോളും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ അറിയിക്കേണ്ട ആളുകളിലേക്ക് ഡയറക്റ്റ്ലി അറിയിക്കാനുള്ള സിമ്പിൾ സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം, ബി ക്ലിയർ നോട്ട് ക്ലവർ എന്നുള്ളതാണ്. അതായത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ പറയാം. നോൺസെൻസ് ഒഴിവാക്കുക. അതായത് വലിയ ജാർഗൺസും വലിയ ടെക്നിക്കൽ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ ആളുകൾക്ക് സംഭവം പിടികിട്ടിയില്ല എന്ന് വരും. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും എഫക്റ്റീവായിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, യൂസ് കോമൺ സെൻസ്. ഈ കോമൺ സെൻസ് എന്ന് പറയുന്നതിന് വലിയൊരു വാല്യൂ ഉണ്ട്. കോമൺ സെൻസ് ഇസ് നോട്ട് കോമൺ എന്നാണ് പറയണം. പറയുമ്പോൾ സിമ്പിളാണ്. കോമൺ സെൻസ് ആണെങ്കിൽ അത് തോന്നേണ്ട സമയത്ത് തോന്നണം. അപ്പോൾ റൂൾസും ഗൈഡ് ലൈൻസും പ്രോട്ടോക്കോൾസും ഒക്കെ സ്ഥാപനത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത് തോട്ട്ഫുള്ളി തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആരുടെ അടുത്ത് ഏത് സമയത്ത് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി ആ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ലോകത്ത് പ്രൊഡക്ടിവിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ സംരംഭകർക്കും വളരെയധികം ആപ്ലിക്കബിളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ദൈനംദിന രീതികളിലും ഒക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ച് നോക്കുക. താങ്ക് യു സോ മച്ച്.